നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ മാറിയാൽ CPM-ൽ സർവനാശമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തുടർഭരണത്തിൽ പിണറായിയെ മാറ്റി ആരെ നേതാവായി അവതരിപ്പിച്ചാലും അത് പരാജയമായി മാറും. മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ സ്ഥാനത്തിനായി വെട്ടിമരിക്കാനാണ് പല ആൾക്കാരും ശ്രമിക്കുന്നത്. പിണറായിയുടെ സീറ്റിലേക്ക് വരാൻ യോഗ്യരായ ആരുമില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. ആശാവർക്കർമാരുടെ വിഷയം ലോക്സഭയിൽ ഉന്നയിച്ച് കോൺഗ്രസ്. ശശി തരൂർ, VK ശ്രീകണ്ഠൻ, KC വേണുഗോപാൽ എന്നിവരാണ് വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചത്. ഇവർ കഴിഞ്ഞ 30 ദിവസമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ്. ഇവർക്ക് ദിവസവേതനം ലഭിക്കുന്നില്ല. ഇവരുടെ സമരത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരും പരസ്പരം പഴിചാരുകയാണെന്ന് KC വേണുഗോപാൽ വ്യക്തമാക്കി. പാർട്ടി മുന്നോട്ട് പോകുന്നത് തുടർച്ചയായി 3ാം ഇടതു സർക്കാർ എന്ന ലക്ഷ്യത്തോടെയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വികസിത അർദ്ധവികസിത രാജ്യങ്ങളിൽ ഉള്ളതിന് സമാനമായ കേരളത്തിലും മനുഷ്യരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിലപാടാണ് ഇടതു സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് MV ഗോവിന്ദൻ. വീണ്ടും CPM സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമാണ് അദ്ദേഹത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. K-Smart എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നു. 2014 ജനുവരി 1-നാണ് K-Smart ആരംഭിച്ചത്. 94 നഗരസഭകളിലായാണ് ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തിലും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 14 ജില്ലാ പഞ്ചായത്തുകളിലും K-Smart സേവനങ്ങൾ ലഭ്യമാകും. ഏപ്രിൽ 10 മുതൽ സേവനങ്ങൾ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ട്. പരുന്തുംപാറയിലെ കയ്യേറ്റ ഭൂമിയിൽ കുരിശു പണിതു. ഈ ഭൂമിയിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാലും ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണ്. ഈ മാസം 2-ാം തീയതിയാണ് സ്റ്റോപ്പ് മെമ്മോ നൽകിയത്. ഈ ഭൂമിയിൽ പണികൾ നടക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ ജില്ലാ കളക്ടർ പീരുമേട് തഹസിൽദാരെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം മറികടന്നാണ് ഇപ്പോൾ കയ്യേറ്റ ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചിരിക്കുന്നത്. ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രമുഖ സിനിമാ മേക്കപ്പ് മാൻ പിടിയിലായി. സൂപ്പർ ഹിറ്റ് സിനിമകളുടെ മേക്കപ്പ് മാനായ RG വയനാടൻ എന്നറിയപ്പെടുന്ന രഞ്ജിത്ത് ഗോപിനാഥാണ് പിടിയിലായത്. വാഹന പരിശോധനയ്ക്കിടെ എക്സൈസ് ആണ് ഇയാളെ പിടികൂടുന്നത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവിന്റെ വിത്തുകളും തണ്ടുകളും കണ്ടെടുത്തിട്ടുണ്ട്. കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ 18 വയസ്സുള്ള ശ്രീനന്ദ മരിച്ചത് യൂട്യൂബ് ഡയറ്റിനെ തുടർന്ന്. ശരീരഭാരം കുറയ്ക്കാനാണ് ഈ കുട്ടി യൂട്യൂബ് ഡയറ്റ് പിന്തുടർന്നത്. 1 മാസത്തോളം വെള്ളം കുടിച്ചാണ് കുട്ടി കഴിഞ്ഞിരുന്നത്. കടുത്ത ഛർദിയും ക്ഷീണത്തെയും തുടർന്ന് ഒരാഴ്ച മുമ്പാണ് കുട്ടിയെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് സ്പെഷ്യൽ ട്രെയിനുകളാണ് റെയിൽവേ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പല ട്രെയിനുകൾക്കും അധികം സ്റ്റോപ്പുകളും നൽകിയിട്ടുണ്ട്. 24 ട്രെയിനുകൾക്കാണ് താൽക്കാലികമായി അധിക സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. പൊങ്കാല ദിവസമാണ് ഈ സംവിധാനം ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയിരിക്കുന്നത്. 2 സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചതിന് പുറമെയാണ് ഇപ്പോൾ ഈ താൽക്കാലിക ട്രെയിൻ സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഡോക്ടർ ഇല്ലാതെ നഴ്സുമാർ പ്രസവം നടത്തി. അമ്മയും കുഞ്ഞും മരിച്ചു. 30 വയസ്സുള്ള G സാഹിറയാണ് മരിച്ചത്. ശനിയാഴ്ചയാണ് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡോക്ടർമാർ ഇല്ലാത്തതിനെ തുടർന്നാണ് നഴ്സുമാർ പ്രസവം നടത്തിയത്. ശസ്ത്രക്രിയക്കിടെ സ്ത്രീയുടെ അമ്നിയോട്ടിക് സഞ്ചി പൊട്ടിയതാണ് മരണകാരണം. താൻ വിരമിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് രോഹിത് ശർമ്മ. താൻ ഒരിടത്തും പോകുന്നില്ല. ഏകദിനത്തിൽ നിന്ന് വിരമിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും രോഹിത് വ്യക്തമാക്കി. ഭാവി കാര്യങ്ങൾ പിന്നീട് പറയാം. ഭാവി കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നും രോഹിത് വെളിപ്പെടുത്തി. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചാമ്പ്യൻസ് കിരീടം ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഒരു കളി പോലും തോൽക്കാതെയാണ് ഇന്ത്യൻ ടീം ചാമ്പ്യൻസ് ട്രോഫി പട്ടം നേടിയെടുത്തതെന്നതും ശ്രദ്ധേയമാണ്.